നമ്മൾ വിചാരിക്കും ഇപ്പോൾ താൽക്കാലികമായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, സമാധാനിക്കാമെന്ന്. ഇത് അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒറ്റപ്പെടുന്നതിൻ്റെ സൂചന മനസ്സിലാക്കിക്കൊണ്ട് വളരെ ആസൂത്രിതമായി കൊണ്ടുവന്ന താൽക്കാലിക വെടിനിർത്തലാണ്. ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രത്തെയും അവരെ പിന്താങ്ങുന്ന ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെയുള്ള ആയുധം വിൽപ്പന നടത്തുന്ന രാജ്യങ്ങൾ 948 രൂപം കൊണ്ട ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രം വെടിനിർത്തൽ എത്ര തവണ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും, കാര്യങ്ങൾ വിലയിരുത്തുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമ, അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പ് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വളരെ ശ്രദ്ധിക്കാതെ പോയ ഒരു പോയിന്റ് ആയിരുന്നു അത്. ആ പോയിന്റ് ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഈ കാണിച്ചു കൂട്ടുന്ന നിഷ്ഠൂരമായ പ്രവർത്തനത്തിന് അമേരിക്കയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ബറാക് ഒബാമ പറയുകയാണ്, പലസ്തീൻ ജനതയുടെ, ഗസയിലെ ജനതയുടെ മനുഷ്യപക്ഷം ചേർന്നുകൊണ്ട് ബറാക് ഒബാമയ്ക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. വരും കാലഘട്ടങ്ങളിൽ ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കടുത്ത മനസ്സിന്റെ ഉടമകളായി ആ പിഞ്ചു കുഞ്ഞുങ്ങൾ മാറുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് വിവരമുള്ള അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ പലസ്തീൻ യുദ്ധം ഇന്നലെ തുടങ്ങിയതല്ല, നാളെ അവസാനിപ്പിക്കും, മറ്റന്നാൾ വീണ്ടും തുടങ്ങും. നിങ്ങൾ വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ പലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കും, നിങ്ങൾ ഏറ്റെടുക്കും, പ്രഖ്യാപിക്കും. പക്ഷേ വീണ്ടും ഞങ്ങൾ തുടങ്ങും. യുദ്ധമെന്ന് വിളിക്കാൻ കഴിയുമോ ഈ പലസ്തീൻ യുദ്ധത്തെ, ഈ പലസ്തീൻ പോരാട്ടത്തെ? എങ്ങനെ കഴിയും? വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ അന്നമില്ല, വെളിച്ചമില്ല, ശ്വസിക്കാൻ വായു പോലുമില്ല. രണ്ട് കൈയും നീട്ടി ആകാശത്തിലൂടെ പറന്നു പോകുന്ന വിമാനത്തിന് മുന്നിൽ 10,000 പേർക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ തടിച്ചു കൂടുന്ന സമയത്ത് അവർക്ക് ഭക്ഷണപ്പൊതിയായി ഇട്ടുകൊടുക്കുകയാണ്. ആർത്തിമൂത്ത് ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാനായി ആ കുഞ്ഞുങ്ങൾ അവിടേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ആ ഭക്ഷണപ്പൊതി ഏറ്റെടുത്ത് കഴിക്കാൻ പൊട്ടിക്കുമ്പോൾ അത് പൊട്ടിച്ചിതറിക്കൊണ്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ചിന്നിച്ചിതറുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാമല്ലോ, ഒരു ഹിന്ദ് എന്ന് പറയുന്ന ഒരു പെൺകുച്ചുണ്ടായിരുന്നു. ആ കുട്ടിക്ക് കേവലം 6 വയസ്സ് മാത്രമേ അതിന് വയസ്സുള്ളായിരുന്നു. ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ടർമാർ പ്രകാരം ലോകത്ത് ഒരു ഡോക്യുമെന്റ് പ്രചരിപ്പിച്ചപ്പോൾ, കാൻ യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു ഡോക്യുമെന്ററി പുറത്തു വന്നപ്പോൾ അതിനകത്തു നിന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞത്, ആ കുട്ടിയുടെ ദേഹത്തു നിന്നും ഇസ്രായേൽ പട്ടാളം കൊന്നൊടുക്കിയത് മാത്രമല്ല 355 വെടിയുണ്ടകളാണ് 6 വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചോമനവര് ശരീരത്തു നിന്നും ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ഇത്ര നിഷ്ഠൂരമായാണ് ഈ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്നത്. 6 വയസ്സിന്റെ മാത്രം പ്രായമുള്ള കേവലം 355 വെടിയുണ്ടകൾ എന്ന് പറയുമ്പോൾ ഇതിനി അതിൻ്റെ ശരീരത്ത് ഒരു വെടിയുണ്ടയേക്കാൻ സ്ഥലമില്ല. അത്രത്തോളം അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന പലസ്തീന്റെ മണ്ണിൽ 948 തൊട്ട് തുടങ്ങിയിരിക്കുന്ന ഈ ഏകപക്ഷീയമായ കൊലപാതകങ്ങൾ ലോകം കണ്ടു നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ ഈ ഭീകരതയ്ക്കെതിരെ മനുഷ്യത്വമുള്ളവർ മനുഷ്യപക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കുകയാണ്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ, നമ്മുടെ ഈ ഐക്യപ്പെടൽ മനുഷ്യപക്ഷം ചേർന്നുകൊണ്ടാണ്. ലോകത്ത് ആദ്യമായി ഇസ്രായേലിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ നടത്തുന്നത് ഭീകര പ്രവർത്തനമാണ്, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണ്. ആ മഹാത്മാഗാന്ധിജിയെ 947 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ
സെയിം സഫറിംഗ് എന്നാണ് മഹാത്മാഗാന്ധി പലസ്തീൻ ജനതയുടെ പോരാട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ രചനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സെയിം സഫറിംഗ് എന്ന് പറയുമ്പോൾ 1947 ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരം, നമുക്ക് സ്വാതന്ത്ര്യം നേടുന്ന സമരം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, എത്ര കാലമാണ് മനുഷ്യപക്ഷത്ത് നിന്ന നമ്മളെ, നമ്മുടെ നാടിനെ ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടി ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ അങ്ങനെ പോലും അവസരമില്ലാതെ അതിനിഷ്ഠൂരമായി ഷൂവിൻ്റെ ചുവറ്റടിയിൽ അതിനിഷ്ഠൂരമായി നമ്മുടെ പൂർവികരെ എത്രയോ ആളുകളെയാണ് കൊന്നൊടുക്കിയത് ബ്രിട്ടൻ എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തി. ആ ബ്രിട്ടനാണ് ആ സാമ്രാജ്യത്വ ശക്തിത്വത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഇന്ന് ജനതയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എങ്കിൽ ലോകത്തിൻ്റെ കണ്ണ് തുറക്കുകയാണ് ഗസയിലേക്ക്. ലോകത്തിൻ്റെ മനുഷ്യരായി പിറന്ന മുഴുവൻ ജനങ്ങളും പലസ്തീനൊപ്പം ചേരുകയാണ്. ആ മനുഷ്യപക്ഷം ചേരുവാൻ വേണ്ടിയാണ് ആബാലവൃദ്ധം ജനങ്ങളും ഇന്ന് ഈ കൊട്ടുകാടിൻ്റെ സായം സന്ധിയിൽ ഒരുമിച്ച് കൂടിയിട്ടിരുന്നെന്നും ഞാൻ വിശ്വസിക്കുന്നു.